ഞാൻ രാവിലെ തന്നെ എണീച്ച് എന്താ ഈ ഒരു ടൈം കാണിക്കുന്നതെന്നല്ലേ. ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ എണീക്കൽ വളരെ കുറവാണ്. കാരണം നമുക്ക് എവിടെയും പോകാനില്ല. അതുകൊണ്ട് നല്ലോണം കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഇന്നെന്താ നേരത്തെ എന്നല്ലേ, ഇന്ന് നമുക്കൊന്ന് വയനാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ട്രിപ്പാന്ന് വിചാരിച്ചോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ട് ഞങ്ങൾ നേരെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തവാട് അമ്മമ്മ വേഗം ഫുഡ് എടുത്ത് തന്നേ. പുട്ടും കറിയൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാറിൽ തന്നെയായതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മോ കാണാൻ ഭയങ്കര രസമായിട്ട് ഈ സ്ഥലം. ഒരു ഹിഡൻ ജമ്മാന്ന് തന്നെ പറയാം. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. ഇത് കൂരിപ്പുഴ ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗമെന്നാണ് പറഞ്ഞത്. അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി കണ്ടൊരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നേ. അങ്ങനെ അവിടെ കുറച്ച് നിന്നിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ പോകുമ്പോൾ നല്ല വലിയ റംബൂട്ടാൻ വെക്കുന്ന കണ്ടു. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഞാനൊരു പുഴയോ ഒരു കുത്തി ഒഴുകുന്ന പോലത്തെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. രാവിലെ ഞങ്ങൾ പോകുന്ന ടൈമിൽ എൻ്റെ അമ്മ അതിൻ്റെ ഒന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരം വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങണമെന്ന്. പക്ഷെ വൈകുന്നേരം നോക്കുമ്പോൾ അവിടെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല, നേരെ വീട്ടിലേക്കാണ് വന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.